45 കളിയിൽ 48 ഗോൾസ് 25-ാം വയസ്സിൽ. എർലിംഗ് ഹാലൻഡ് ഗോയിങ് ക്രൈസി ഗൈസ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ റൊണാൾഡോയുടെ ഇൻ്റർനാഷണൽ ഗോൾസ് എന്ന റെക്കോർഡ് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ ഒരിക്കലും മറക്കരുത്, അതിൻ്റെ പിന്നാലെ എംബാപ്പയുണ്ട്, 52 ഗോളുമായി. സോ ഗൈസ്, ദിസ് ഇൻ്റർനാഷണൽ ബ്രേക്ക് വാസ് ഓസം. പക്ഷേ കുറച്ച് ആളുകൾ പോർച്ചുഗലുടെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ദാറ്റ് വാസ് വെരി ബാഡ് ഗൈസ്. It is really overrated. Oh, that's terrible. First of all, we want to talk about 11 goals. Wow, look at this guys. Crazy. This is going crazy guys. Undefeatable. Underrated team like മൊറോക്കോയെ പോലൊരു അണ്ടർറേറ്റഡ് ടീമാണ് നമ്മളുടെ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ. ഗായ്സ്, 25 വർഷത്തിന് ശേഷം നമ്മുടെ സ്വന്തം നോർവേ ഈസ് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാ വൈബ്. അവർ കഴിഞ്ഞ കളിയിൽ കളിച്ച കളി വാവ്, നൈസ് കളി. പിന്നെ എർലിംഗ് ഹാലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കളിയിൽ 4 ഗോളും 2 അസിസ്റ്റും. നൈസ് ഗൈസ്. പിന്നെ നമ്മളുടെ സ്വന്തം ഫ്രാൻസ് 2, അവരും കംബാക്ക് ആയിരുന്നു അടിച്ചത്. പക്ഷെ ഒരു ഗോൾ മുണങ്ങി, ഒരു ഗോൾ റിഗ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് കുറച്ച് പോർച്ചുഗലിനെ കുറിച്ച് സംസാരിക്കാം ഗൈസ്. പോർച്ചുഗൽ ഇന്നലെ ഒരു കംബാക്ക് അടിച്ചു. അത് ഹംഗറിനെതിരെ. കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ സംഭവമാക്കേണ്ട നിലവിലൊന്നല്ല അവർ കളിച്ചത് ഗൈസ്. എന്താണ് റൂബൻ ഡിയാസ് കാണിച്ചു കൂട്ടും ഗൈസ്. അവനെ കിടന്ന് ഒഴിവാക്കണം. കാരണം അവൻ എന്താ കാട്ടിക്കൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഹംഗറിനെതിരെയുള്ള കൺസീഡിൽ മൂപ്പരുടെ ഒരു ഇടപാടുണ്ട് എന്നതിൽ വളരെ സങ്കടകരമാവുന്നു. റൂബൻ ഡിയാസിന് വേറെ പകരക്കാരനില്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ അറ്റാക്കിങ്ങിൽ വരുമ്പോൾ പോർച്ചുഗലിൽ റൊണാൾഡോക്ക് മാത്രം ഹെഡുത്താൻ അറിയുള്ളൂ എന്ന് പോലെയാണ്. വാട്ട് ഈസ് ദിസ് ഗൈസ്. പിന്നെ നമ്മുടെ മെസ്സിയുടെ കുറിച്ച് പറയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് മെസ്സിയുടെ അവസാന ഹോം മത്സരം കളിക്കുന്നു ഗൈസ്. ഐ ആം ഓൾസോ എമോഷണൽ. ഐ ആം നൗ ഓൾസോ. ആ കളി, ആ പാസ്, ആ അസിസ്റ്റ്, ആ ഗോൾ, വാവ്. നിങ്ങൾക്ക് ഇനി ശരിക്കും മിസ് ചെയ്യാൻ പോകുന്ന കാര്യം, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. എനിവേ, മെസ്സി വേൾഡ് കപ്പ് ഇനി കളിക്കുമോ ഇല്ലേ എന്നത് കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മെസ്സി പറഞ്ഞത് ഇങ്ങനെയാണ്. ലോജിക്ക് വെച്ച് കളിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ അടുത്ത വർഷമാണ് എന്ന് വേൾഡ് കപ്പ് ആണെങ്കിൽ ഐ ആം സോ ഇൻട്രസ്റ്റഡ്. ഞാനിപ്പോൾ ഡിസിഷൻ എടുത്തിട്ടില്ല. മെസ്സി വരികയാണെങ്കിൽ അതൊരു അർജൻറ്റീനയ്ക്ക് ഒരു വലിയൊരു ഉപകാരമായി പോകും. നമ്മൾ ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ കളി ഞാൻ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾ നാളായിരിക്കും കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ മെസ്സി ഇല്ലാതെ അർജൻറ്റീനയ്ക്ക് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. മെസ്സി വരുമ്പോൾ ഓൽക്കൊരു ഒരു പ്രത്യേക രോമാഞ്ചം അതുണ്ട്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ വേൾഡ് കപ്പിനെ കുറിച്ചൊന്നും വന്നിട്ടില്ല. വരാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതാണ്. ആൻഡ് വിഷ് യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.